അപ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷകളുമായി നമ്മളോടൊപ്പം ചേരുന്നത് പ്രതീക്ഷയോടെ തിരുവനന്തപുരത്തോട് ചേരുകയാണ്. നമുക്കൊപ്പം തന്നെ അത്രയേറെ കേരളത്തിനൊപ്പം വലിയ പ്രതീക്ഷയുള്ള വിജിൻ വായാന്തോടാണ് ചേരുന്നത്. പ്രതീക്ഷകളോടെ ഒരു ഗുഡ് മോർണിംഗ് നൽകുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം നമ്മുടെ ആവശ്യമാണ്. ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുമോ എന്നറിയണം. അങ്ങനെ കുറെ ഏറെ കാര്യങ്ങളുണ്ട് വിജയൻ. വന്യജീവി പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള പ്രത്യേക ഫണ്ടൊക്കെ നമ്മുടെ ആവശ്യമാണ്. കേരളത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ ബജറ്റിൽ? മനു, കാവ്യ, പ്രതീക്ഷകൾ കേരളത്തിന് വാനോളമാണ്. പക്ഷേ എത്ര കണ്ട് അത് ലഭ്യമാകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. കഴിഞ്ഞതും അതിനു മുമ്പിലത്തെയും ഒക്കെ NDA സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ സംസ്ഥാനം ആവശ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. മുമ്പ് UPA സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന എയിംസ് എന്ന ആവശ്യം ഉൾപ്പെടെ ഇപ്പോഴും ഒരു നടക്കാത്ത സ്വപ്നമായി തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കഴിഞ്ഞ തവണയും ഒക്കെ ആവശ്യപ്പെട്ടത് കേരളത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണം കേന്ദ്രം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ഉപരോധത്തിന് സമാനമായിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതങ്ങൾ ഉൾപ്പെടെ വെട്ടിക്കുറക്കുന്നു, അങ്ങനെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും തനത് വരുമാനം കൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ക്ഷേമ പെൻഷൻ നൽകുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കേരളം ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട പണത്തിന് പകരം ഒരു 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് തന്നെയാണ് കേരളത്തിൻ്റെ ഇത്തവണത്തെയും പ്രധാന ആവശ്യം. അത് കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമനെ മന്ത്രി KN ബാലഗോപാൽ തന്നെ അക്കാര്യം ഇത്തവണയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എത്ര കണ്ട് ലഭിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് മണിക്കൂറുകൾ മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ. മറ്റൊരു വിഷയം മനു സൂചിപ്പിച്ചതുപോലെ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപ അനുവദിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അതാണ് ഏറ്റവും പ്രധാനമായി ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഏകദേശം 6,400 കോടിയോളം രൂപ ഈ ദേശീയപാത വികസനത്തിനായി സംസ്ഥാനം മുടക്കിയിട്ടുണ്ട്. അത് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം സ്ഥലം ഏറ്റെടുക്കാനാണ് സംസ്ഥാനം മുടക്കിയത്. ഈ തുക കടമായി അനുവദിക്കണം, 6,000 കോടി രൂപ കടമായി അനുവദിക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ആവശ്യം. മറ്റൊന്ന്, വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതൊരു അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു 2,000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ മറ്റൊരാവശ്യം. ഇത് 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും അതിൻ്റെ നടപടികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതിൽ കേന്ദ്ര മന്ത്രിമാരും ഒപ്പം തന്നെ കേന്ദ്ര ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയും തന്നെ നേരിട്ടെത്തി അവിടുത്തെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയൊക്കെ കണ്ട് അറിഞ്ഞതാണ്. എന്നിട്ടും ഒരു രൂപ പോലും നൽകിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഈ ഒരു ഫെഡറൽ ഘടനയിൽ നിന്നുകൊണ്ടുള്ള ആവശ്യവും ഒക്കെ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പാക്കേജ് കൂടി അനുവദിക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എയിംസ് എന്നുള്ള കാലങ്ങളായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ട്. അതൊന്നും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതിന് കേന്ദ്ര മന്ത്രി നിലവിലെ തൃശ്ശൂർ MP സുരേഷ് ഗോപി തന്നെ മുടക്കം നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടതാണ്. അങ്ങനെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിന് എന്ന്. അതുകൊണ്ട് തന്നെ അവർ കൂടി ഇതിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ ബജറ്റിന് മുമ്പായൊക്കെ വിളിച്ച യോഗത്തിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുകയായിരുന്നു ഈ കേന്ദ്രമന്ത്രിമാർ എന്നുള്ളതാണ്. ജോർജ് കുര്യൻ കേരളത്തിന് പുറത്തുള്ള MP ആണെങ്കിലും കേരളത്തിനകത്തുള്ള MP ആണ് സുരേഷ് ഗോപി. പക്ഷേ അദ്ദേഹം സംസ്ഥാന സർക്കാർ വിളിച്ച യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാനുള്ള ഇടപെടൽ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. മറ്റൊരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒരു റെയിൽവേ റീജിയനാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ കേരളത്തിൻ്റെ കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് അതിവേഗ ട്രെയിൻ അല്ലെങ്കിൽ സെമി ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറയുന്നത്. അതിനാണ് കേരളം ഈ
കേരയിൽ എന്നുള്ള സിൽവർ ലൈൻ പദ്ധതി എന്ന പേരിൽ വലിയ തരത്തിൽ ഒരു ലോകത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയാവുന്ന നിലയിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചത്. പക്ഷേ അതിന് അനുമതി നൽകാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് പേരുമാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കേരളം മുമ്പോട്ട് വെച്ച പദ്ധതി അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ ശ്രമം നടത്തുമ്പോഴും കേരളത്തിൻ്റെ പ്രധാന ഒരു പദ്ധതിയായ കേരളിന് അംഗീകാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. നിലവിൽ 2 തവണയാണ് DPR മാറ്റി നൽകിയത്. പക്ഷേ അതിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. 8000 കോടി രൂപയോളം തുകയാണ് ഈ വിഴിഞ്ഞം പദ്ധതിക്കായി ആകെ ചെലവായിട്ടുള്ളത്. അതിൽ 5000 കോടിക്ക് മുകളിൽ തുക സംസ്ഥാനമാണ് വഹിച്ചത്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന പേരിൽ കേന്ദ്രം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് പലിശ ഉൾപ്പെടെയുള്ള തുകയാണ്. അത് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യങ്ങൾ മന്ത്രി VN വാസവനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ പലതവണ കത്തയച്ചും ഒപ്പം തന്നെ നേരിട്ട് കണ്ടും ഒക്കെ കേന്ദ്ര ധനകാര്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ അറിയിച്ചതാണ്. പക്ഷേ അതിൽ മാറ്റം വരുത്താൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരാരും പോയിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞത്ത് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ എഫേർട്ട് എടുത്താണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കുകയും അത് പ്രായോഗികമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കേന്ദ്രത്തിന് അതിന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകയൊക്കെ വെട്ടിക്കുറക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെ അത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഉൾപ്പെടെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ അത് തിരിച്ചടക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. പക്ഷേ ഈ പലിശ ഇനത്തിൽ തുക നൽകണം എന്നാവശ്യപ്പെടുന്ന നടപടിയിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ ഒരുപാട് തവണ ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യങ്ങളിൽ ഒക്കെ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ആന്ധ്രാപ്രദേശിനും ഒപ്പം തന്നെ ബീഹാറിനുമൊക്കെ വാരിക്കോരിയാണ് പണം നൽകിയത്. അത് സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക്, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തുകയും നൽകിയില്ല എന്ന പരാതി എന്ന വിമർശനം ഒക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ കേരളത്തിൽ നടക്കാൻ ഇനി 1.5 വർഷം മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഫെഡറൽ തത്വത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. എന്തായാലും കേരളം പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ബജറ്റിനെയും കാത്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെ ഏത് രീതിയിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും കേരളത്തിനുണ്ട്. എന്തായാലും നിലവിൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ അത് അതിതീവ്ര ദുരന്തമായി ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന് പണം അനുവദിക്കേണ്ട ആവശ്യം സംസ്ഥാനത്തിനും ഒപ്പം തന്നെ അതിന് ഉള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനും ഉണ്ട്. അത് നടപ്പിലാക്കുമോ, മറ്റ് ആവശ്യങ്ങൾ ഒക്കെ പരിഗണിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മനു, കാവ്യ. ശരി, ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കേരളത്തിന്റെ പ്രതീക്ഷകൾ കേന്ദ്രം നിറവേറ്റുമോ എന്ന്, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ വിജിൻ, താങ്ക് യു. സമഗ്രമായി കേരളത്തിന്റെ പ്രതീക്ഷകളെ കുറിച്ച് മുഴുവൻ സംസാരിക്കുന്നു. അതെ, ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ നമ്മുടെ കയ്യിലില്ല. കൂട്ടലും കുറയ്ക്കലും ഒക്കെ ധനമന്ത്രി നടത്തട്ടെ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്.